ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ എളുപ്പത്തിൽ എല്ലാവർക്കും റെഡിയാക്കാൻ പറ്റാവുന്ന ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അരിയുണ്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഞാനിവിടെ 1 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അത് അരിപ്പയിൽ വാല വെച്ചിട്ട് എടുത്തിരിക്കുന്നതാണ്. നിങ്ങൾക്ക് കുത്തരിയോ ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതെടുക്കാം. അതേപോലെ ഞാൻ അവിടെ ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട്, അത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തേങ്ങ ചിരകിയതാണ് വേണ്ടത്. നിങ്ങൾക്ക് ശർക്കര പാനി അല്ലെങ്കിൽ ശർക്കര ചുരണ്ടി എടുത്താലും മതി, അല്ലെങ്കിൽ പഞ്ചസാര എടുത്താലും മതി. നമുക്ക് ഈ അരി ഒന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് അരിയുണ്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള അരി വറുത്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു മൺചട്ടിയിലാണ് അരി വറുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പരിവ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിത് വറുത്തുകൊണ്ടിരിക്കുമ്പോൾ കടുക് പൊട്ടുന്ന പോലെ ഇങ്ങനെ പൊട്ടിത്തെറിക്കും. അത് ആ ഒരു ശബ്ദത്തോടു കൂടി ആ പരിവ് ആവുമ്പോഴേക്കും എല്ലാ അരിയും വറുത്തുനിന്ന് നമുക്ക് ഇതാവുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് തുടരെ ഇളക്കിക്കൊണ്ടിരിക്കാനും മറക്കരുത്. അതല്ലെങ്കിൽ അത് പൊട്ടി കഴിയുമ്പോൾ അടിയിലത്തെ മാത്രം കിടന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് തുടരെ ഇളക്കാൻ പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ പാത്രം എടുക്കുമ്പോൾ അധികം കുറച്ച് പഴയ പാത്രത്തിൽ ഈ അരിയൊക്കെ വറുക്കാൻ ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കുമ്പോൾ അടിയിലൊരു കറുത്ത കുത്തു പോലെ വരും. അപ്പം നമ്മുടെ പാത്രം അങ്ങോട്ട് കൊള്ളാണ്ടാവും. അതുകൊണ്ടാണ് ഒരുവിധം പഴയ പാത്രത്തിലാണ് ഇത് വറുക്കുന്നത് നല്ലത്. അപ്പോൾ ഇത് നന്നായിട്ട് പൊട്ടി വരട്ടെ. ഇപ്പോൾ നമ്മുടെ അരി നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ നന്നായിട്ട് വറുത്ത് വന്നാലാണ് നമ്മൾ പൊടിക്കുമ്പോൾ നല്ല പോലെ പൊടിയായിട്ട് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇപ്പോൾ കളറും ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം ഇട്ട അരിയിനേക്കാളും അളവ് കൂടി വന്നിട്ടുണ്ട്. ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഒരു പാത്രത്തിലിട്ടിട്ട് നല്ല പോലെ ചൂടാറിയിട്ട് വേണം മിക്സിയുടെ ജാറിൽ അടിക്കാൻ. അതല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ ചൂടോടെ അടിച്ചാൽ നമുക്കറിയാം നമ്മുടെ മിക്സിയുടെ കാര്യത്തിലൊരു തീരുമാനമാവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ചൂടാറിയിട്ട് നമുക്കിത് നന്നായിട്ട് പൊടിച്ചിട്ട് വരാം. അപ്പം ഞാൻ ഇവിടെ നമ്മൾ വറുത്ത അരി നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പൊടിയായിട്ടുള്ളത് ഒരു ടിന്നിലാക്കി വെക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഉണ്ടി ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്കിതിലേക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് കറക്റ്റ് അളവൊന്നുമില്ല. നിങ്ങൾ തേങ്ങ എന്തോരം ഇഷ്ടമാണ് അതിനനുസരിച്ച് ഇടാം. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് തന്നെ തേങ്ങ ഇട്ടിട്ടുണ്ട്. ഒരു ഗ്ലാസും ഒരു 2 ടേബിൾ സ്പൂൺ കൂടുതലുണ്ടാവുള്ളൂ. അത് ഇട്ടിട്ട് നല്ല പോലെ ഞെരടി കൊടുക്കുക. ഇത് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് പഞ്ചസാരയാണെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ശർക്കര പാനിയാക്കി വെച്ചിട്ടുള്ളത് കാരണം അത് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് മാറ്റം വരുത്താം. അതേപോലെ തന്നെ ചില ശർക്കരയ്ക്ക് മധുരം കുറവായിരിക്കും, ചിലതിന് കൂടുതലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ചിലതിന് മണ്ണൊക്കെ കൂടുതലുള്ളതിനും കല്ലൊക്കെ ഉണ്ടാവണോ അതിനാണ് ഞാനിപ്പോൾ ഇത് പാനിയാക്കി വെച്ചത്. അപ്പോൾ അത് കട്ടിയില്ലാത്ത ശർക്കര നോക്കിയെടുക്കുകയാണെങ്കിൽ ചുരണ്ടി ഇട്ടാലും മതിയാകും കേട്ടോ. അത് നല്ല നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നാലാണ് ഇത് എല്ലായിടത്തേക്കും മിക്സ് ആയാലാണ് നമുക്ക് നല്ല പോലെ ഉണ്ട പിടിക്കുമ്പോൾ ഇതേപോലെ കിട്ടുള്ളൂ. അതല്ലെങ്കിൽ നല്ലപോലെ മിക്സ് ആയില്ലെങ്കിൽ നമ്മൾ പിടിക്കുമ്പോഴേക്കും അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ എൻ്റെ അമ്മയൊക്കെ ഞങ്ങൾക്ക് സ്ഥിരം ഉണ്ടാക്കി തരുന്നത് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പലഹാരമായിരുന്നു ഇത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നല്ല പോലെ ഇങ്ങനെ ഞെരടി എല്ലായിടത്തേക്കും മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഞെരടിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം പാനി. നമുക്കിതൊന്ന് ഉണ്ടുരുട്ടി എടുക്കാം. ഇതേപോലെ കയ്യിൽ വെച്ചിട്ട് ഉണ്ടുരുട്ടി എടുക്കാം. നല്ലപോലെ ഉണ്ടിട്ട് എടുക്കാൻ അറിയുന്നവർ അതാക്കി എടുത്തോട്ടോ. എനിക്ക് ഷേപ്പ് കറക്റ്റായിട്ട് വരണമെന്നില്ല. എൻ്റെ അറിവിനനുസരിച്ച് ഞാനത് പെർഫെക്റ്റ് ആക്കാൻ നോക്കുന്നതേ ഉള്ളൂ. ഇതേപോലെ നമുക്ക് എല്ലാവരും ഇതേപോലെ ഉണ്ടിട്ട് എടുക്കാം. ചിലർ ഇതിൽ ഏലക്ക
പൊടി ചേർത്ത് കൊടുക്കും. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. എൻ്റെ അമ്മ അങ്ങനെ ഒന്നും ഇട്ട് തന്നിട്ടില്ല. ഞങ്ങൾക്ക് ഇതേപോലെ തന്നെ ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചാണ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. ഏലക്ക ഇഷ്ടമുള്ളവർ അതിൽ ചേർത്ത് പൊടിച്ചിട്ട് ഇതേപോലെ ഉരുട്ടി കഴിച്ചാലും കുഴപ്പമില്ല. നമുക്ക് ഇതേപോലെ എല്ലാനും ഉണ്ടകളാക്കി എടുക്കാം. അപ്പം ഞാൻ എല്ലാനും ഉരുട്ടി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ അരിയുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്